ഈ ഹിപ്പ് ഹോപ്പൊക്കെ വന്നിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടല്ലോ, അറിയാമല്ലോ. അതിൻ്റെ അമേരിക്കയിലൊക്കെ ഉണ്ടായിട്ടുള്ള അവസ്ഥകൾ ഒരു ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതിൽ നിന്ന് എന്തും പറയാവുന്നൊരു മീഡിയമായിട്ട് ഹിപ്പ് ഹോപ്പിൻ്റെ ജനറ് മാറി. ഇപ്പോൾ പ്രേമം പറയാൻ ഹിപ്പ് ഹോപ്പ്, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ അതിന് വേറൊരു അട്രാക്ഷൻ ഉണ്ട്. ഈ ഹിപ്പ് ഹോപ്പിനൊക്കെ അതിൻ്റെ ഒരു ബീറ്റിനും എല്ലാത്തിനും അതിൻ്റെ ഒരു വേറൊരു പരിപാടിയുണ്ട്. അത് നല്ലതാണ്. പക്ഷേ മൾട്ടിപ്പിൾ ജോണേഴ്സ് നമുക്ക് കേൾക്കാനുള്ള വേദികളിലാണ് ശരിക്കും പോപ്പുലർ മീഡിയമായിട്ടുള്ള സിനിമ. അത് നമ്മൾ കേട്ടിട്ടുമുണ്ട്. അതിനുള്ള സാധ്യതകൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കണം. നെറേറ്റീവ്സ് അത് ഇപ്പോഴും ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പം മലയാളം വിട്ടാൽ തമിഴിലൊക്കെ ഉണ്ടല്ലോ ഹിപ്പ് ഹോപ്പും ഉണ്ട്. ഇപ്പോൾ അറിവ് എന്ന് പറയുന്ന ആളുടെ സോങ് ഉണ്ട്, ഒപ്പം മറ്റു മെലഡികളും എൻജോയ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഡപ്പാങ്കൂത്തുണ്ട്, മറ്റൊരു മെലഡികളും ഉണ്ട്, ഹിന്ദിയിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. മലയാളത്തിലും ഇല്ലെന്നല്ല, പക്ഷേ അത് നല്ല നല്ല സിനിമകളിൽ വരണം. നല്ല അട്രാക്റ്റീവായിട്ടുള്ള ശ്രദ്ധിക്കപ്പെട്ടേക്കാവുന്ന സിനിമകളിൽ ഇത്തരം പാട്ടുകൾ വരുമ്പോഴാണ് ഇതിന് കൂടുതൽ ഇത് വരിക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യാന്നുള്ളേ ഉള്ളൂ, ആരും കേൾക്കാൻ പോകുന്നില്ല. നമ്മളുടെ കൊമേഴ്ഷ്യൽ ഇക്വേഷൻ മാറിയിപ്പോൾ. ഇപ്പോൾ യൂട്യൂബ്, സ്പോട്ടിഫൈ ഒക്കെ വന്നു. സ്പോട്ടിഫൈ പിന്നെയും ഒരു റെഗുലർ ലിസണിങ് ഉണ്ട്. പക്ഷേ യൂട്യൂബിൽ എന്ന് വെച്ചാൽ നമ്മളൊരു ഒരാഴ്ച കൊണ്ട് 10 മില്യൺ കയറുക, അല്ലെങ്കിൽ 20 മില്യൺ കയറുക. അത് കഴിഞ്ഞ് പിന്നെ അത് ഇല്ല, ആ അന്തരീക്ഷത്തിലേ ഇല്ല. പക്ഷേ ആ 20 മില്യൺ കൊണ്ട് ഈ ഉണ്ടാകുന്ന റവന്യൂ വളരെ വലുതാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഇത്. അപ്പോൾ ഈ ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ അത് ക്യാച്ച് ചെയ്യുക, അല്ലെങ്കിൽ അവർ അപ്പോൾ സ്കിപ്പടിച്ച് പോവും. നമ്മുടെ അനലിറ്റിക്സ് അങ്ങനെയാണ് പറയുന്നത്. ഒരു സാധാരണ ഒരു പാട്ട്, അത് എത്ര ക്വാളിറ്റിയുള്ള പാട്ടാണെങ്കിലും അതിൻ്റെ കേൾവി 5 മിനിറ്റിൻ്റെ പാട്ടോ 1 മിനിറ്റ് 30-40 സെക്കൻഡൊക്കെയാണ് ആവറേജ് ലിസണിങ് പാട്ടിൻ്റെ. അതാണ് നമ്മൾ ഈ ഗൂഗിൾ അനലിറ്റിക്സ്, നമ്മുടെ യൂട്യൂബ് അനലിറ്റിക്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളുടെ പാട്ടുകൾ കേൾക്കുന്നത്, നമ്മളിപ്പോൾ ഒരു 10,000 വ്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു പോകാം, കൊള്ളാം, 10,000 പേര് ഇത് കണ്ടു. പക്ഷെ ഇത് ആവറേജ് ലിസണിങ് ആണ് നോക്കുമ്പോൾ അതിൻ്റെ വ്യൂ ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റൊക്കെയാണ്. അത് കഴിഞ്ഞ് അവർ പോവുകയാണ്, വേറെ പാട്ടും തേടി പോവുകയാണ്. അതാണ് സത്യം. 20% ഫുൾ സോങ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓരോ വരിയിലും കൗതുകങ്ങൾ ഉണ്ട്, ശബ്ദങ്ങളും അപശബ്ദങ്ങളും ഉണ്ടെങ്കിൽ അതിങ്ങനെ എന്താണ് അടുത്ത ശബ്ദങ്ങളെന്ന് കാത്തിരുന്ന് അത് മുഴുവൻ കേൾക്കാം അല്ലേ. അത് പിന്നെ ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷ. ഇപ്പോൾ ഹിപ്പ് ഹോപ്പ് സോങ്സൊക്കെ ഇപ്പോൾ ഒരുപാട് ഹിറ്റാണ്. റാപ്പ്, അങ്ങനെയുള്ള ഡാബ്സിയുടെ ഒക്കെ പാട്ടുകൾ ഹിറ്റാണ്. അപ്പോൾ അതിൻ്റെ വാക്കുകളെന്ന് പറയുന്നത് നമുക്ക് കേട്ടാൽ അറിയാൻ പറ്റും. കുറച്ച് നേറ്റീവാണ്, വളരെ കൊളോക്കിയലായിട്ടുള്ള ഭാഷയാണ്. അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് വർത്തമാനം പറയുന്ന അത്ര സുഗമമായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്തരം ഇക്വേഷൻസ് മാറി. അത് പറയുമ്പോൾ പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നാട്ടകയില് അങ്ങനെ ചെറിയൊരു സംഭവം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് കൂടുതൽ റാപ്പ് എമേർജ് ചെയ്ത് വരുന്നത്. അപ്പൊ അന്നത് ചെയ്യുമ്പം എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ ഇനി അങ്ങനെ ഒരെണ്ണം ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു പുതിയ സിനിമയിൽ, ആഹ്ലാദം എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനത്തെ ഒരു ട്രാക്ക് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ശ്രമിക്കാൻ ഇഷ്ടമൊക്കെ തന്നെയാണ് എന്ത് ജോണറും. പക്ഷേ ഒപ്പം ഞാൻ പറഞ്ഞ ഇതിൽ തന്നെ നല്ല ഈ പറയുന്ന സിനിമയിൽ, വരാമോ സിനിമയിൽ നല്ലൊരു ഗസലുണ്ട്, നല്ലൊരു ഖവാലി ഉണ്ട്, നല്ലൊരു ഹിപ്പ് ഹോപ്പും ഉണ്ട്. അങ്ങനത്തെ ഒരു മൾട്ടിപ്പിൾ ഇതുള്ളൊരു മ്യൂസിക്കൽ എന്നൊക്കെ പറയാവുന്ന സിനിമയാണ്. അപ്പോൾ അത്തരം സിനിമകളിൽ എല്ലാം ചെയ്യാൻ അവസരങ്ങൾ ഉണ്ട്. അത് ശ്രദ്ധിക്കപ്പെടുകയില്ല എന്നുള്ളത് ഇനി വരും കാലങ്ങളിലെ ഇതേ ഉള്ളൂ. കാരണം എല്ലാം മൊത്തത്തിലത് അതിനൊരു അട്രാക്ഷൻ ഉണ്ടാവണമല്ലോ, അതാണ് പറഞ്ഞത്. അപ്പോൾ അത് ശ്രമിക്കുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല. ഇത് എല്ലാം ആളുകൾ കേൾക്കേണ്ടത് തന്നെയാണ്, ഒന്നും കേൾക്കാതിരിക്കേണ്ടതില്ല. പക്ഷേ എല്ലാത്തിനും വേദികൾ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ അത് മാത്രം, ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനൊക്കെ സാധ്യതകളിപ്പോൾ ഉള്ളതുകൊണ്ട് സിനിമയെ മാത്രം നമുക്ക് ആശ്രയിക്കേണ്ടതില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തിടാമല്ലോ, യൂട്യൂബിലൊക്കെ ചെയ്തിടാം. അത് ഇപ്പം നമുക്ക് പാടാനൊരു കൊതി ഉണ്ടാവുമല്ലോ, അത് നിഷേധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അല്ല ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക്. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരുപാടൊരു പരിധി വിട്ട് ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമുള്ള കാര്യമല്ല.
കാരണം ഒരു പർപ്പസ്, ഒരു സ്വരം വയ്ക്കുന്നതിന്, എല്ലാ പാട്ടിനും അല്ല, ഇപ്പോൾ ഒരു സ്വരം, ഒരു നോട്ട്, ഒരു ഫ്രേസ് അതങ്ങനെ ആകുന്നതിന് പർപ്പസ് ഉണ്ട്, ഒരു റീസൺ ഉണ്ട്. ഒരു ഇപ്പോൾ ഇതിനൊരു കാരണമുണ്ട്. ഏകും ദൂര മന്ദിരത്തിൽ പോയി വരൂ, പോയി വരാനാണ് പറയുന്നത്. അപ്പോൾ പോയി വരൂ അപ്പോൾ അതിനൊരു ചിത്രം ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ശരിക്കും ദാസാറ് പാടിയ ആ വേർഷനിൽ ശരിക്കും പറഞ്ഞാൽ അത് സൂക്ഷിച്ചാൽ ആ നോട്ടിൻ്റെ ഗ്ലൈഡ് കേൾക്കാൻ തന്നെ പറ്റുള്ളൂ. ഹിഡൻ ആണ് ശരിക്കും. പോയി വരൂ ഈ സാധനമില്ലേ, അത് ശരിക്ക് അത് ഹിഡൻ ആണ്. നമുക്ക് എക്സ്പ്ലോർ ചെയ്താൽ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അത് അത്തരം സൈലൻസുകൾ സൃഷ്ടിക്കുന്ന ഒരു മാജിക് ഉണ്ട്. അതൊക്കെ വളരെ പർപ്പസ്ഫുള്ളാണ് ഈ ക്രിയേറ്റേഴ്സ് ചെയ്തിട്ടുള്ളത്. മിക്ക പാട്ടുകളും, എല്ലാം ഒന്നും പറയുന്നില്ല. വായി തോന്നിയ പാട്ടുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതല്ല പറഞ്ഞത്. റാഷണൽ ആയിട്ട് ഉള്ളൊരു അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം രാഗം മാത്രമായിട്ടൊരു പാട്ടിനെ കാണരുത്. രാഗമൊക്കെ പ്രസക്തമായി, അതെന്തിനു വേണ്ടി ആ രാഗം ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ആ ഗാനമാണ് പ്രധാനം. രാഗം ഇപ്പോൾ ഹരഹരപ്രിയയിൽ ഇന്ന പാട്ട് ചെയ്തു, അല്ലെങ്കിൽ ആനന്ദഭൈരവിയിൽ ഇന്ന പാട്ട് ചെയ്തു, അതൊന്നും ഒരു വിഷയമല്ല. ആനന്ദഭൈരവിയൊക്കെ പോയി, അത് കഴിഞ്ഞിട്ട് പാട്ടായി കഴിഞ്ഞാൽ പിന്നെ അതാണ് വരി. അപ്പോൾ ആ ഈണത്തോടെന്ത് പറയുന്നു, ഈണം വരിയോടെന്ത് പറയുന്നു, രണ്ടും ചേർന്നിട്ട് നമ്മളോടെന്ത് പറയുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതിന് സൃഷ്ടി ഉണ്ട്. സൃഷ്ടി ഇസ് ദ ബിഗസ്റ്റ് തിങ്. അതിനോട് നമ്മൾ ഉത്തരവാദിത്വം കാണിക്കും. പല മ്യൂസിക് ഡയറക്ടേഴ്സ് ചില കോപ്പി അടിച്ചിട്ട് തന്നെ അതിന് ഇൻസ്പിറേഷൻ എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. അത് അപ്പോൾ അതിന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ എല്ലാ പാട്ടും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കോപ്പി അടിച്ച പാട്ടുകളാണ് എന്നുള്ളത്, ഒരേ രാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതും അങ്ങനെ ഒരു സംഭവമുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഇൻസ്പിറേഷനും കോപ്പിയുടെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ല, ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇൻസ്പിറേഷൻ ചിലപ്പോൾ പേഴ്സണലി മ്യൂസിക് കമ്പോസർ തന്നെ ഇൻസ്പയർഡ് വെച്ചു, ഇത് കൊള്ളാലോ എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് കൊതിച്ചിട്ട് ചെയ്യുന്ന, അതിൻ്റെ കോഡ്സ്, ഇപ്പോൾ അതിൻ്റെ ട്യൂൺ അത് തന്നെ ആയിരിക്കില്ല, ബട്ട് അത് ഏത് വഴിയിലൂടെയാണോ ആ പാട്ട് പോയത് ആ വഴിയിലൂടെ തന്നെ നടന്നേക്കാമെന്ന് വിചാരിക്കുന്ന ഉണ്ട്. അപ്പം നമുക്ക് മ്യൂസീഷ്യൻസിന് മനസ്സിലാവും, ഇത് ആ വഴി തന്നെയാണെന്ന് മനസ്സിലാവും. അതിനെ പലപ്പോഴും കോപ്പിയടിയെന്ന് പറയാറില്ല പലപ്പോഴും, കാരണം അതിനകത്തൊരു സ്കില്ലുണ്ട്. കോപ്പിയടി എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ എടുത്ത് വയ്ക്കുക, ആ ട്യൂണിന് വേറെ വരി എഴുതുമ്പോൾ മാറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളാണ് കോപ്പിയടി. അതാണ് ഇൻസ്പയർഡ് എന്ന് പറയാം. ഞാൻ പറയുകയാണെങ്കിൽ ഇൻസ്പയർഡ് എന്നേ പറയുള്ളൂ, കോപ്പിയടി എന്ന് പറയാൻ അതിനെ പറ്റില്ല. ആ ഇൻസ്പയർഡ് ആയിട്ട് തന്നെയാണ് ചെയ്തോളൂ, ഉറപ്പായിട്ടും. അത് നിശ്ചയമൊന്നുമില്ല. ക്ലാസിക്കൽ സോങ്സ് പഴയ കാലത്ത് മുഹമ്മദ് റാഫിയുടെ അങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ കേട്ടിട്ട് അത് നമ്മുടെ മനസ്സിലിരുന്നിട്ട് നമ്മുടെ ഒരു വർക്കിനെ അത് നമ്മൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെ അത് സ്വാധീനിക്കാറുണ്ട്. അതിൻ്റെ ട്യൂൺ സ്വാധീനിക്കാതിരിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ അത് അതിൻ്റെ നമ്മൾ അതിനെ ഇത് ചെയ്യാണല്ലോ, ആരാധിക്കുകയാണല്ലോ. നേന ബെർസെ എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ അത് എന്താണ് അതിൻ്റെ ട്യൂൺ, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോകണമെങ്കിൽ അതിന് വാക്കില്ല, ശ്രദ്ധിച്ചല്ലോ, ആ ട്യൂണിന് വാക്കില്ല, ജസ്റ്റ് ട്യൂൺ അല്ലേ. അപ്പോൾ അതിന് വരി മറന്നുപോയി. അത്തരം ഇതിന് ഒരു ട്യൂണിൻ്റെ എക്സ്റ്റൻഷൻ കൂടി ഉണ്ടാക്കാമെന്നുള്ളൊരു തീരുമാനം ഉണ്ടല്ലോ. നമ്മളവിടെ തീർക്കും, വാക്ക് തീർന്ന ട്യൂണും തീർന്നു. പക്ഷേ വാക്ക് തീർന്നു. അപ്പം എനിക്ക് എന്തോ കൂടി കുറച്ച് കാര്യം കൂടി പറയാണ്ടെന്നല്ലേ അവിടെ പറയുന്നത്. ഐ ഹാവ് ടു സേ സംതിങ് മോർ, ജസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്ന
ഒരു അങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പം അത്തരം ആശയങ്ങൾ ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റും. ട്യൂണിനേക്കാൾ കൂടുതൽ ഈ പദത്തേക്കാൾ കൂടുതൽ പദം പറയാൻ ബാക്കി വെച്ചത് സംഗീതത്തിന് പറയാനുണ്ട് എന്നൊക്കെ ഉള്ള ആശയമുണ്ടല്ലോ. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഇഷ്ടമാണ് എനിക്ക്. ഇതുപോലെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു പാട്ട് ഏതായിരിക്കും? അതൊക്കെ കുറേ പാട്ടുകൾ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. അത് സിമ്പിൾ സോങ്സ് ആയിരിക്കാം. ഇപ്പോൾ തൂജഹ എന്നുള്ള ഹിന്ദി പാട്ട്, ഇത് നൈന ബർസെ എന്നുള്ള മദൻ മോഹൻ്റെ ഒരു പിടി പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇതാണ്. അതുപോലെ MS വിശ്വനാഥൻ അദ്ദേഹം ചെയ്ത ചില, ഞാൻ നേരത്തെ മറ്റേലേക്ക് പോവാണ്, പക്ഷേ പറയാൻ എളുപ്പം കൊണ്ടാണ് മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ പേര് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ശ്യാമമേഘമേ എന്നുള്ള പാട്ട്, അങ്ങനെ നിറങ്ങളെ എന്നുള്ള പാട്ട് ഇഷ്ടമാണ്. അങ്ങനെ അത് ഹാപ്പൻ ചെയ്ത മൊമെൻ്റ് ഭയങ്കര രസമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സൃഷ്ടിക്കപ്പെട്ടത്, പാടപ്പെട്ടത്, അത് ആലോചിക്കപ്പെട്ട അന്തരീക്ഷം, അതൊക്കെ മേഘം പൂത്തു തുടങ്ങി എന്നുള്ള പാട്ട് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഒരു വല്ലാത്ത ഒരു എന്തിൻ്റെയോ ആഘോഷമാണ് അത് ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള പാട്ടല്ല അത്, ബട്ട് അങ്ങനെ ഒക്കെ തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ ആശയമാണ്. മേ ബി അതിൻ്റെ സോങ്ങോ അതിൻ്റെ ക്രാഫ്റ്റൊന്നും ചിലപ്പോൾ ഭയങ്കര വലുതൊന്നും ആയിക്കൊള്ളണമെന്നില്ല, ബട്ട് അതിൻ്റെ ആലോചന നമ്മളെ അത്ഭുതപ്പെടുത്തും. ചില വരികൾ